നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ പാർട്ടിക്കാരും ഒരുപോലെ പാർട്ടി ഭേദമന്യേ എല്ലാ നേതാക്കളും ഒരുപോലെ വി ഡി സതീശനെ അഭിനന്ദിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അത് മാധ്യമങ്ങൾക്ക് മുന്നിലായാലും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയാലും നമ്മൾ ഇത് കണ്ടത് തന്നെയാണ്. പക്ഷേ അതിലൊരു വേറിട്ട മുഖമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ നിയുക്ത MLA ആയിരിക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. അതിൽ പറയുന്നത് VD സതീശൻ വർഗീയതയുടെ കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രിയായി എന്നും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും സമ്മർദ്ദ തന്ത്രത്തിൽ UDF കോൺഗ്രസ് വഴങ്ങിയെന്നും വീണു എന്നും ഒക്കെ പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഏതൊരു വിഷയം വന്നാലും അതിൽ വർഗീയത കുത്തി നിറയ്ക്കാൻ എങ്ങനെയാണ് ഈ BJP ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് എല്ലാവർക്കും മനസ്സിലുണ്ടാകുന്നത്. കമന്റ് ബോക്സുകളിലും എല്ലാവരും ചോദിക്കുന്നത് തന്നെയാണ്. ഈ മേഘ ചില വിഷയങ്ങളുണ്ടല്ലോ, അത് എത്ര ഭംഗിയുള്ള പെർഫ്യൂമിന്റെ കുപ്പിക്കുള്ളിൽ നിറച്ചു കഴിഞ്ഞാലും വിഷം തന്നെയാണ്. അതാണ് ഈ BJPക്കാരുടെ ഏറ്റവും വലിയ കുഴപ്പം. അവരുടെ ഉള്ളിൽ അവരുടെ ഹൈന്ദവ വർഗീയത ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവര് പ്രത്യക്ഷമായും പരോക്ഷമായും പല സമയങ്ങളിലും പുറത്ത് പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇവിടെ ഹിന്ദുക്കൾ മാത്രം മതി, ഇവിടെ മുസ്ലിംസ് വേണ്ട, മറ്റുള്ള ജാതികളൊന്നും ഇവിടെ വേണ്ട, ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാണ്, ബാക്കിയുള്ളവരൊക്കെ മുസ്ലിംസ് എല്ലാം പാകിസ്ഥാനിലേക്ക് പൊക്കോളുക, മറ്റുള്ളവരൊക്കെ ഇവരുടെ അടിമകളായിട്ട് ജീവിക്കുക. ഇവരുടെ എന്താ പറയുന്നത്, ആ ഒരു സ്റ്റാൻഡ് ഇവർ പലപ്പോഴും പല രീതിയിലും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തുകൊണ്ട് കേരള സംസ്ഥാനത്തിലും തമിഴ്നാട്ടിലും ഈ പറയുന്ന BJPക്ക് പച്ച തൊടാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ വ്യക്തമായ ഉത്തരവും അത് തന്നെയാണ്. ഇത്തവണ ഇപ്പൊ സ്വാഭാവികമായിട്ടും മേഘയ്ക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെ 3 സീറ്റ് കിട്ടി? അതെന്തുകൊണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന 3 സീറ്റെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ഒപ്പിച്ചെടുക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചിട്ടുള്ളത്. അത് ശാശ്വതമല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഈ പോസ്റ്റ് ഞാനും രാവിലെ വായിച്ചിരുന്നു. ഈ പോസ്റ്റിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ നടുക്കം കൊള്ളിച്ചൊരു വാക്കിതാണ്: ഒരു വശത്ത് ഇന്ത്യൻ ഭരണഘടന കയ്യിൽ പിടിച്ച് സംസാരിക്കുകയും മറുവശത്ത് തീവ്രവാദപരവും മതനിരപേക്ഷതയില്ലാത്ത തീവ്ര മുസ്ലിം സംഘടനകളുമായി സൗഖ്യരാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്ന അതേ നാണമില്ലാത്ത കോൺഗ്രസ് ആണിത്. ഇതോടെ നിരവധി ചോദ്യങ്ങളും ആശങ്കകളും ഉയരുന്നു. അക്രമം, തീവ്രവാദം, യുവാക്കളുടെ മതധ്രുവീകരണവുമായി അടക്കം ബന്ധപ്പെട്ട കേസുകളിൽ പോലീസ് നിയമ സംവിധാനം എന്ത് ചെയ്യും? ജമാഅത്തും മുസ്ലിം ലീഗും വിദ്യാഭ്യാസം, നമ്മുടെ യുവതലമുറയുടെ ഭാവിയും നിയന്ത്രിക്കുമോ? ജമാഅത്ത് പ്ലസ് IOML നിയന്ത്രിക്കുന്ന സർക്കാരുള്ള കേരളത്തിലേക്ക് നിക്ഷേപകർ വരുമോ? IOML പിന്തുണയുള്ള UPA സർക്കാരിന്റെ കാലത്തെ പോലെ അഴിമതി വർദ്ധിക്കുമോ? അങ്ങനെ നിരവധി ആശങ്കകൾ മാത്രം ബാക്കി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു നിക്ഷേപകൻ എന്ന് പറയുന്ന ആരാണ്? അത് MM യൂസഫ് അലി സാറാണ്, അല്ലേ? അദ്ദേഹം എത്രയോ ജില്ലകൾ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ ബിസിനസ് ശൃംഖലകളെ വ്യാപിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജാതി നോക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഇപ്പോ ഇതിന്റെ രാജീവ് ചന്ദ്രശേഖർ ഈ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെല്ലാം ഒരു മതധ്രുവീകരണം നടത്താനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായുള്ള സെന്റൻസുകൾ മാത്രമാണ്. അതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ എത്രയും നന്നായി മലയാളം എഴുതുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഒരു പോയിന്റ് പറഞ്ഞു കൊടുത്ത അഡ്മിൻസ് പോസ്റ്റ് ചെയ്ത് കൊടുത്തതോ പറഞ്ഞു ചെയ്യിപ്പിച്ചതോ എന്തെങ്കിലും ആകാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഹാൻഡിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം തന്നെയാണിത്. എല്ലാ കാലത്തും രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ BJPയുടെ മറ്റ് പല നേതാക്കളും കേരളത്തിൽ ശ്രമിച്ചിട്ടുള്ളത് ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതൊരു വർഗീയ ലൈനിലാണെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു, അതിലൊരു വർഗീയത കുത്തി നിറയ്ക്കുന്നു. ആ വർഗീയത കുത്തി നിറയ്ക്കുമ്പോൾ അതിൽ ഒരു കോയിന് 2 വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതിനൊപ്പം ചേരുന്നവരും എതിർചേരിയിൽ ചേരുന്നവരും ഉണ്ടാകുന്നു. ഇവർ തമ്മിലൊരു ഭിന്നിപ്പുണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു പാർട്ടിയുടെ ഒരു കോർ വോട്ട് ബാങ്കിലേക്ക് കയറി ഒരു വർഗീയത പറയുമ്പോൾ അതിലൊരു സ്പ്ലിറ്റ് ഉണ്ടായി 2 വഴിക്ക് വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും BJPയുടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്തിനാണ് മുസ്ലിം ലീഗിനെയൊക്കെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്? എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്ത കാര്യം. മുസ്ലിം ലീഗ് കേരളത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവർ വെച്ചുകൊടുത്ത വീടുകൾ നമ്മൾ കണ്ടു. അവർ 5 രൂപയുടെ PR അതിൽ ചെയ്തിട്ടില്ല. ഒരു തരത്തിലുള്ള PR, ഒരു ഫ്ലെക്സ് ബോർഡോ
അവിടെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി നേരിട്ട് വന്ന് ഇറങ്ങി ഒരു 10 മീഡിയ പേഴ്സൺസിനെ വിളിച്ചു നിർത്തി അവിടെ കുറച്ച് വീഡിയോസ് എടുക്കുകയോ അല്ലെങ്കിൽ അതിന്റെ റീലുകൾ ചിത്രീകരിക്കുകയോ പോട്ടെ, അവിടെ ഒരു പൂജ, എന്തെങ്കിലും ഒരു പ്രാർത്ഥന പോലും നടത്താതെ അവരുടേതായ രീതിയിൽ അവരുടെ അവകാശം ചെയ്തു കൊടുത്തതുപോലെ വീടുകൾ വെച്ച് എന്ത് മനോഹരമായാണ് അവരത് ചെയ്തത്. കേരള മോഡൽ അതാണ്. കേരളത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. അല്ലാതെ കേരളത്തിൽ വർഗീയത കുത്തി നിറയ്ക്കുന്നു, മുസ്ലിം ലീഗ് പറയുന്നത് പോലെ കോൺഗ്രസ് കേൾക്കുന്നു. മുസ്ലിം ലീഗ് ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് UDF മുന്നണി കേൾക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം 10 വർഷം ഇത്രയും വിശ്വസ്തരായി കൂടെ നിന്ന മുസ്ലിം ലീഗ് പറയുന്ന അവർ മത്സരിച്ച സീറ്റുകളുടെ കാര്യം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം എടുത്തു നോക്കിയാൽ നമുക്കറിയാം അത്രയും ജനപിന്തുണ കേരളത്തിൽ അവർക്കുണ്ട്. അപ്പോൾ UDF എന്ന മുന്നണി അവർ പറയുന്ന അഭിപ്രായം വിലക്കെടുക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. ഒരിക്കലുമില്ല മേഘ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗണ്ട എന്ന് പറയുന്ന ഒരൊറ്റ സംഭവത്തിൽ മാത്രം അധിഷ്ഠിതമായി, പ്രൊപ്പഗണ്ടയിൽ മാത്രം അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളി പുള്ളി തെറ്റാതെ പറയാൻ പറ്റും, അത് BJP ആണ്. ഇപ്പൊ NDA എന്തുകൊണ്ട് കൂടുതൽ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ എന്ന് തൊട്ടാണ് ഇവരുടെ ഈ പറയുന്ന മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ തിരഞ്ഞെടുപ്പ് മുഖത്തേക്ക് ഒരു ഹിന്ദു അല്ലാത്ത ഒരു വ്യക്തി വന്നിട്ടുള്ളത് നമുക്കറിയാം. തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 ഇലക്ഷന്റെ പാരമ്പര്യം അവർക്ക് ഈ പറയുന്ന ഈ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മറ്റൊരു കാസ്റ്റിനെ ഇവർക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി മുന്നോട്ട് വന്നിട്ടുള്ളൂ. അതുവരേക്കും ഇവരുടെ എല്ലാ ഈ സ്ഥാനാർത്ഥികളുടെയും വാല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നെങ്കിലും ഒരു നായർ കാണും അല്ലെങ്കിൽ ഒരു മേനോൻ കാണും. പിന്നെ ഇവിടുത്തെ ഒരു MP തന്നെ പറഞ്ഞിട്ടുണ്ട്, അയാൾ ബ്രാഹ്മണനായി ജനിക്കാത്തതിൽ അയാൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ട്. അയാൾക്ക് എന്താ പറയുന്നത്, അയാളൊരു നായർ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. പുള്ളിക്ക് അവിടെ ജനിച്ചിട്ടും പുള്ളിക്ക് പോരാ, പുള്ളിക്ക് ബ്രാഹ്മണൻ. ഞാനതാണ് പറഞ്ഞത്. പഴയ കാലത്ത് തൊടലും തീണ്ടലും പോലുള്ള ആചാരങ്ങളെ ഇന്നും, അത്ര ദുഷിച്ച ആചാരങ്ങളെ ഇന്നും മനസ്സിൻ്റെ ഉള്ളറകളിൽ എവിടെയോ പൂട്ടിയിട്ടിട്ട് ആ ഒരു സെറിമണി, ആ ഒരു രീതി മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന നേതൃനിരയുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന BJP. അവർക്ക് എല്ലാ ജാതിയെയും എല്ലാ മതത്തെയും ചേർത്ത് പിടിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികളോട് എന്നും വിയോജിപ്പാണ്. അത് അവരുടെ ഉള്ളിലെ വിഷമാണ്, അത് തുപ്പിക്കൊണ്ടേയിരിക്കും. അവരുടെ നേതാക്കളെ കുറിച്ച് നമുക്കറിയാം. ശശികല ടീച്ചറിന്റെ ഒരു പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് ചാകരയാണ്. അതിനകത്തൊരു 10 തവണയെങ്കിലും വർഗീയ വിഷം തുപ്പി വെച്ച പ്രദേശം മുഴുവൻ നശിപ്പിച്ചിട്ട് ഈ ശശികല ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് ഇറങ്ങി പോകുള്ളൂ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ എണ്ണി പറയുവാണെങ്കിൽ K. സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് വർഗീയ തുപ്പൽ നിർത്തിയത്? അയാൾക്ക് സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്. അതിനു മുൻപ് എന്തായിരുന്നു? ഈ പറയുന്ന കുമ്മനം രാജശേഖര സാർ എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ മീറ്റിങ്ങിൽ എന്തായിരുന്നു? ഹൈന്ദവ സനാതന ധർമ്മം എന്നും പറഞ്ഞ് ഈ വലിച്ചു തള്ളി വെക്കുന്നതൊക്കെ എന്ത് ഹൈന്ദവ സനാതന ധർമ്മമാണെന്ന് എനിക്ക് ഇതുവരേക്കും മനസ്സിലായി. ഞാൻ ഒരു ഹിന്ദുവാണ്. അതിൽ തന്നെ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാനിതൊന്നും പൊക്കിപ്പിടിച്ചോണ്ട് നടക്കാറില്ലല്ലോ. BJPയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്ത്യനും മുസ്ലിമും സിഖും ജൈനും എല്ലാം ഇവിടെ ഉള്ളിടത്തോളം കാലമാണ് ഈ ഹൈന്ദവ ധർമ്മം എന്നുള്ള ഒരു യൂണിവേഴ്സൽ യൂണീക് കോൺസെപ്റ്റ് ആയിട്ട് ഇത് മുന്നോട്ട് പോകുന്നുള്ളൂ. ആ കോൺസെപ്റ്റ് ഇപ്പോൾ ഒരു മുസ്ലിം ഇല്ലാത്തൊരു രാജ്യമാകുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു ഹിന്ദു മത രാഷ്ട്രം മാത്രമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ഈ പറഞ്ഞ ജാതി സമ്പ്രദായം കുറെ കൂടി കുലകുത്തി വാഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവിടെ സവർണന് മാത്രം സ്ഥാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവർണർക്ക് ഇവിടെ ജീവിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. സവർണ മേധാവിത്വം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന പലരും BJPയിലുണ്ട്. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്, ഒരിക്കലും ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ BJPയുടെ കാര്യത്തിൽ അത് കൂടുതലാണ്. ഇപ്പോൾ ഹൈന്ദവ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല. പക്ഷെ അതിൽ തീവ്ര ഹൈന്ദവ ആചാരങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവ ചിന്തകൾ അല്ലെങ്കിൽ ഹൈന്ദവർ മാത്രമാണ് നല്ലത്, മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിവെക്കുന്നിടത്താണ് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിയുക്ത MLA എന്ന രാജീവ് ചന്ദ്രശേഖറിനെ പറയാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്ന് കമന്റ് ബോക്സുകളിൽ പറയുന്നുണ്ട്. കമന്റ് ബോക്സിലെ കമന്റ്സുകൾ വായിച്ചാൽ എന്തിനാണ് ഈ വിഷം തുപ്പുന്നതെന്ന് മനുഷ്യർ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലും ഇത് മനസ്സിലേക്ക് കയറുന്ന കുറച്ച് മനുഷ്യരെങ്കിലും ഉണ്ടാവും. കുറച്ചു പേരുടെയെങ്കിലും ഉള്ളിൽ ഈ സംഭവം ഉള്ളിലേക്ക് എടുക്കുകയും അതെ മുസ്ലിം ലീഗ് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുകയും ചെയ്യുന്നു. അവിടെയാണ് BJP ഉദ്ദേശിച്ച നയം അവിടെ നടപ്പിലാകുന്നത്. ഈ പ്രത്യക്ഷത്തിൽ BJP എന്ന് വിളിച്ചു പറയാതെ ഈ പറയുന്ന BJP തത്വങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് ആളുകളെ എനിക്ക് പേഴ്സണലി അറിയാം. അവർ BJPയുടെ കൊടി പിടിക്കാനോ BJPയുടെ ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ വൈകുന്നേരങ്ങളിലുള്ള അമ്പലത്തിന് മുറ്റത്ത് നടന്ന പരിപാടികളുണ്ട്. അതിൻ്റെയൊക്കെ പേരൊക്കെ മറന്നുപോയി. ഞാൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് അതിനൊന്നും പോകാറൊന്നും ഇല്ലാത്ത കുറച്ച് ഹിന്ദുക്കളുണ്ട്. എന്നാൽ വൈകുന്നേരങ്ങളിൽ അമ്പലത്തിൻ്റെ മുറ്റത്ത് പോയിരുന്ന് ആൽത്തറയിലിരുന്ന് വട്ടം കൂടിയിരുന്ന് വെടി പറയുന്ന ഒരു കൂട്ടം.
അവരുടെ ഉള്ളിലേക്ക് ഈ പറയുന്ന വർഗീയ വിഷം കുത്തിവെക്കുവാനായിട്ട് ഇത്തരം പോസ്റ്റുകൾക്ക് നല്ല രീതിക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് മാത്രവുമല്ല, ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാകിസ്ഥാൻ എന്തുകൊണ്ട് ഒരു തീവ്രവാദ രാഷ്ട്രമായി മാറി എന്നതിനെ കുറിച്ചും കൂടി ഇവർ ചിന്തിക്കണം. അവിടെ ഏറ്റവും മെജോറിറ്റി ഉള്ളത് ആർക്കാണ്? മുസ്ലിംസിനാണ്. അപ്പം തീവ്രമായ ജാതീയ ചിന്തകൾ കടന്നു ചെല്ലുന്നിടത്ത് മറ്റുള്ള ജാതികളെല്ലാം വെറുക്കാനുള്ള ഒരു ത്വരയുണ്ടാവും. ഇവിടെ എന്തുകൊണ്ടാണ് അത് ഉണ്ടാവാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മേഘ പറഞ്ഞ പോലെ തന്നെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും സിഖും അങ്ങനെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അവർക്കുള്ളിൽ പരസ്പരം ചർച്ച ചെയ്യുവാനും പരസ്പരം സംസാരിക്കുവാനും പരസ്പരം പങ്കുവയ്ക്കുവാനുമുള്ളൊരു ത്വര ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല. അതിനെ നശിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അത് ഭയപ്പെടേണ്ട വസ്തുത തന്നെയാണ്.